നമസ്കാരം. വായനാ ദിനത്തോടനുബന്ധിച്ച് മലയാള മനോരമ ഇന്നലെ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പങ്കെടുക്കുന്നു. ആ ചടങ്ങിൽ വെച്ച് വി.ഡി. സതീശൻ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ പറയുന്നു. വായനയാണ് സതീശൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്നും പല ആശയങ്ങളും താൻ രൂപീകരിച്ചത് വായന മൂലമാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണ എല്ലാ നേതാക്കന്മാരും വായനാ ദിനത്തിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അങ്ങനെ പറയും, ചില പുസ്തകങ്ങളുടെ പേരൊക്കെ പറയും. പക്ഷെ സതീശൻ പറഞ്ഞത് അങ്ങനെ സാധാരണ നേതാക്കൾ പറയുന്നത് പോലല്ല. നന്നായി പുസ്തകം വായിക്കുന്ന, പുസ്തകത്തിലെ കാമ്പുള്ള കാര്യങ്ങൾ എടുക്കുന്ന നേതാവാണ്. ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ജപ്പാനിലെ ഒരു പുസ്തകത്തിലൂടെയാണ് വയോജനങ്ങളെ വെറുതെ നമ്മൾ സംരക്ഷിക്കുന്നതിനപ്പുറം അവരുടെ ജീവിതത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് തോന്നലുണ്ടാവുന്നതും ഒരു സിൽവർ എക്കണോമി എന്ന ആശയം രൂപപ്പെടുന്നതും എന്ന് പറഞ്ഞത്. ഇത്തരത്തിൽ ഒരുപാട് ആശയങ്ങൾ താൻ രൂപീകരിച്ചെന്നും അതുകൊണ്ട് തന്നെ വായന നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി പാഠ്യപദ്ധതിയുടെ ഭാഗമായി വായന കൂടി ഉൾപ്പെടുത്തുമെന്നും വി.ഡി. സതീശൻ പറയുന്നു. ഇത് അസാമാന്യമായ വേഗതയിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മില്യൺസ് ഓഫ് ഡോളർ ചെലവാക്കിയുള്ള ഗവേഷണങ്ങൾ വരിക, പുതിയ പുതിയ അറിവുകളുണ്ടായ. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ കോളേജിൽ പഠിച്ച സിലബസ് ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. നോളജ് അപ്ഡേറ്റ് ചെയ്യുക, പുതിയ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ വായന എന്തും വായിക്കാം, കോമിക് വായിക്കാം, ബാലസാഹിത്യം അല്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലിറ്ററേച്ചർ ഉണ്ട്, അത് വായിക്കാം, കവിതകൾ വായിക്കാം, കഥകൾ വായിക്കാം, നോവലുകൾ വായിക്കാം, ചരിത്രം വായിക്കാം, പിന്നെ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച്, ഫിനാൻസിനെ കുറിച്ച്, IT-യെ കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, ഇങ്ങനെ എന്തുമാത്രം സബ്ജക്റ്റുകളുണ്ട്. നമുക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് പാഷനേറ്റ് ആയിട്ട് ആ ഏരിയ കൂടുതൽ വായിക്കാം. ഇതിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അധ്യാപകർ, അവർക്കെല്ലാം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും വായനയിൽ. എല്ലാ അമ്മമാരും മുത്തശ്ശിമാരും മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ഇപ്പം അത് ചെയ്യുന്നില്ല. എനിക്ക് അവരോടൊക്കെ ഭയങ്കര പരാതിയാണ്. അപ്പോൾ അവർ കഥകൾ പറഞ്ഞു തരും. അത് അവർ സ്കോളേഴ്സായിട്ടൊന്നും അല്ല, അവർ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട അവരുടെ കഥകൾ അവരുടെ ഭാഷയിൽ പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ രാമായണം പറഞ്ഞു തരും, മഹാഭാരതത്തിലെ കഥകൾ പറഞ്ഞു തരും. അപ്പോൾ ഭയങ്കര ഓർമ്മയാണത്, കണ്ണു നിറയും. കാരണം എന്താ, വാത്സല്യമാർന്ന വിരലുകൾ കൊണ്ട് നമ്മുടെ നെറുകയിലൂടെ ഇങ്ങനെ തലോടിക്കൊണ്ടാണ്. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല, ഞാനത് ഓർക്കുമ്പോൾ കണ്ണു നിറയും. ആ തലയിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ടാണ് ഈ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ കഥകൾ കേട്ടാണ് നമ്മൾ വായനയുടെ ലോകത്തേക്ക് നമ്മൾ കാലുവയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. വായന തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഇന്ന് നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ മാത്രമാണ് നമ്മുടെ വായനോപാധി. നമ്മളെപ്പോഴും മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കും. കുടുംബ ബന്ധങ്ങൾ പോലും താറുമാറായിരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. അവിടെ ഇരിക്കുന്നവർ മൊബൈൽ ഫോണിലാണ്. അങ്ങനെ മൊബൈൽ ഫോണിൻ്റെ ലോകത്തേക്ക് നമ്മൾ മാറിയപ്പോൾ റീൽസുകൾ നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങി. റീൽസുകൾക്കപ്പുറത്തേക്ക് ഒന്നും നമുക്ക് ജീവിതത്തിൽ ഇല്ലാതായി. 24 മണിക്കൂർ നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കും. എപ്പോൾ ഇടവേള കിട്ടിയാലും, അത് ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ റീൽസിന് അടിമപ്പെട്ട് കരിയറിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു കാലത്ത് സ്വാഭാവികമായ വായന നഷ്ടപ്പെട്ടു പോകുന്നു. വാസ്തവത്തിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കണമെങ്കിൽ വായന അത്യന്താപേക്ഷിതമാണ്. വായിക്കുന്നവന് മാത്രമേ ജീവിതത്തിൽ സക്സസ് ആവാൻ കഴിയൂ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവനെ, നേരം കൊല്ലുന്നവനെ ജീവിതത്തിൽ ഒരിടത്തും എത്താൻ കഴിയില്ല. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ അക്കാദമിക് നിലവാരം പുലർത്തിയ എളിയവനായി ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്നത് എൻ്റെ ഗ്രാമത്തിലെ ടാഗോർ വായനശാലയ്ക്കാണ്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവിടെ കയറി വായിക്കും, പുസ്തകം എടുത്തുകൊണ്ട് വീട്ടിൽ വെച്ച് വായിക്കും. ഇത്തരത്തിൽ ആരൊക്കെ പുസ്തക വായനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അവർക്ക് ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വായിക്കാൻ ഒരു ശീലിപ്പിക്കാൻ, കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി വായനയെ മാറ്റുന്നത് തീർച്ചയായും വലിയ ആശയമാണ്. എന്നാൽ കേവലം അതിൽ മാത്രം അവസാനിപ്പിച്ചാൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും അറിയാം, ഞാൻ ഇന്ന് തൃശ്ശൂരിലേക്കൊരു യാത്ര പോകും എന്ന് ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരുന്നു. തൃശ്ശൂരിലെ അമല ജൂബിലി ആശുപത്രിയിലെ സമരം നടക്കുകയാണ്. 100 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് 490ഓളം ആശുപത്രികളിൽ നേഴ്സുമാർ ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടി സമരം നടത്തിയിട്ടും എല്ലാ ആശുപത്രികളും ശമ്പള വർധനവിന് സമ്മതിച്ചിട്ടും അമലയും ജൂബിലിയും സമ്മതിക്കുന്നില്ല. തൃശ്ശൂർ രൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ പിടിവാശി മൂലമാണ്
അത് സംഭവിക്കാത്തത് എന്ന് തന്നെയാണ് ജൂബിലി ആശുപത്രിയുടെ CEO ബെന്നി നഴ്സിംഗ് സമൂഹത്തോട് പറയുന്നത്. ബെന്നി എല്ലാവരോടും പറയുന്നത് ശമ്പളം കൂട്ടാൻ ഞങ്ങളൊക്കെ ഒരുക്കമാണ്, അച്ഛന്മാർ ഒരുക്കമാണ്, പക്ഷേ പിതാവ് സമ്മതിക്കുന്നില്ല എന്നാണ്. തൃശ്ശൂർ ബിഷപ്പിൻ്റെ പിടിവാശിക്കരിയായി പാവപ്പെട്ട നഴ്സുമാർ വെയിലും മഴയും കൊണ്ട് ആശുപത്രി പരിസരത്ത് ഇരിക്കുന്നത് കാണാൻ വേണ്ടി ഒരു യാത്രയാണ്. ആ സമരം ചെയ്ത നഴ്സുമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, അവരുടെ കുടുംബാംഗങ്ങളെ കാണാൻ, ഈ ആശുപത്രിയുടെയും അതിന് പിടിവാശി പുലർത്തുന്ന തൃശ്ശൂർ ബിഷപ്പിൻ്റെയും ഈ ദുർവാശിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കാൻ അത്തരമൊരു യാത്രയിലാണ്. ആ യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശ്ശൂരിലേക്ക് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരുന്നത് മനോജ് തോമസ് എന്നു പേരുള്ള മസ്കറ്റിൽ ക്ലിനിക്ക് നടത്തുന്ന ഒരു ദന്തൽ സ്പെഷ്യലിസ്റ്റാണ്. കോട്ടയം അയ്മനംകാരനാണ്, പക്ഷെ ദീർഘകാലമായി തിരുവനന്തപുരത്ത് കവടിയാർ താമസിക്കുന്നു. ഡോക്ടർ മനോജ് എന്നോട് ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. നമുക്കാകെയുള്ള 25,000 മണിക്കൂറിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നഷ്ടപ്പെടുന്നത്, ഉറക്കത്തിന് വേണ്ടി നഷ്ടപ്പെടുന്നത്, അങ്ങനെ അവശേഷിക്കുന്ന ഇനി വരുന്ന ഒരു 2500 മണിക്കൂറിൽ നമ്മൾ എന്തു ചെയ്യണം ലോകത്തിന് വേണ്ടി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വർത്തമാനം. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ സമൂഹം നന്നാവണമെങ്കിൽ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരണം, സിവിക് സെൻസ് രൂപപ്പെടുത്തണം. കുട്ടികൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് വീട്ടിൽ വന്നാൽ ഷൂ വലിച്ചെറിയാതെ തുടച്ചു വയ്ക്കേണ്ടത്, എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഇടപെടേണ്ടത്, അങ്ങനെ കുട്ടികൾക്ക് ശുചിത്വത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരു സിവിക് സെൻസ് ഉണ്ടാക്കുന്നത് പാഠ്യപുസ്തകത്തിൻ്റെ ഭാഗമാക്കണമെന്ന് പറഞ്ഞു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പരിശീലിപ്പിച്ചാൽ മാത്രമേ പുതിയ തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ജപ്പാനെ പോലുള്ള രാജ്യങ്ങൾ അങ്ങനെയാണ് അച്ചടക്കമുള്ളവരെ വളർത്തിയെടുത്തത്. അദ്ദേഹം ഒരു ഐഡിയ പറഞ്ഞു, ഒരു കുടുക്ക എല്ലാവരോടും ഉണ്ടാക്കി വെക്കാൻ പറയുക. മക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുമ്പോൾ മിച്ചം വരുന്ന പണം അവരോട് കുടുക്കയിലിടാൻ പറയുക. എന്നിട്ട് എല്ലാ മാസവും 1-ാം തീയതി ആ കുടുക്ക പൊട്ടിക്കുക. എന്നിട്ട് കുടുക്കയിലുള്ള പണം കൃത്യമായി എണ്ണി അതുകൊണ്ട് അവരെ കൊണ്ട് കണക്കെഴുതിപ്പിച്ച് കൊടുക്കുക. ആ പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് കണക്കെഴുതിക്കുക. അങ്ങനെ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് സമ്പാദ്യശീലവും കണക്കെഴുത്ത് ശീലവും ഒക്കെ പഠിപ്പിച്ചെടുക്കാം. ഇങ്ങനെ നല്ല ശീലങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് കൂടി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തത്? ഇന്നും നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ബൈക്കുകാർ റൈറ്റ് സൈഡ് കൂടി 2 വരി പോകേണ്ട പാതയാണ്, 4 വരി പാത, ഒരു വശത്തേക്ക് 2 വരിയുണ്ട്. റൈറ്റ് സൈഡ് വെറുതെ ഇടണമെന്നും അത് ഓവർടേക്കിംഗ് ലൈനാണെന്നും ആർക്കും അറിയില്ല. ബൈക്കുകാർ കൂടുതൽ അവർ വലതുവശത്തൂടെ തന്നെ പോകുന്നു. അതുപോലെ എവിടെ നിർത്തണം, എങ്ങനെ സൈഡ് കൊടുക്കണം, എങ്ങനെ ഓവർടേക്ക് ചെയ്യണം, ഇതൊന്നും അറിയില്ല. ഇത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഒരു സംസ്കാരമില്ലാത്തതുകൊണ്ട്. ഈ സംസ്കാരം ഉണ്ടാവണമെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കണം. അങ്ങനെ കുട്ടികളെ ഇങ്ങനെ ജീവിതത്തിൻ്റെ സംസ്കാരം കൂടി പഠിപ്പിക്കുന്ന തരത്തിൽ അവരുടെ പാഠ്യപുസ്തകം പരിഷ്കരിക്കണമെന്ന് ഡോക്ടർ മനോജ് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു. വാസ്തവത്തിൽ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ പരീക്ഷ കഴിയുമ്പോൾ മറന്നുപോകും. എന്നാൽ ജീവിതത്തിൽ പഠിക്കുന്നത് ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് നമ്മുടെ സിലബസ് മുഴുവൻ പൊളിച്ചെഴുതി അങ്ങ് പറഞ്ഞതുപോലെ വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, നല്ല ശീലങ്ങൾക്ക്, നിയമത്തെ പാലിക്കാൻ, ബഹുമാനിക്കാൻ, മറ്റുള്ളവരെ ആദരിക്കാൻ, അച്ചടക്കമുള്ളവരാവാൻ, സാമ്പാദ്യശീലം വളർത്താൻ, ഇതിനൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് സിലബസ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം നമ്മുടെ പാഠ്യപുസ്തകങ്ങളിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണ് നിയമം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമമാണ്. അടിസ്ഥാനപരമായി നിയമത്തെക്കുറിച്ച് ഒരു ജ്ഞാനവും ആർക്കുമില്ല എന്ന് ഓർക്കുക. നിയമം മുഴുവൻ വക്കീലന്മാരുടെ പണിയായി മാറി നിൽക്കുന്നു. എന്നാൽ കുട്ടികൾ പഠനം കഴിയുമ്പോൾ അവർക്ക് അടിസ്ഥാനപരമായി നമ്മുടെ പ്രധാന നിയമങ്ങൾ പഠിക്കാൻ അവസരമുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും. വായന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള മുഖ്യമന്ത്രി ആശയം മഹത്താണ്. അതിനൊപ്പം സിവിക് സെൻസ് കൂടി വളർത്തിയെടുക്കാൻ, ജീവിത രീതികൾ വളർത്തിയെടുക്കാൻ, നിയമം പഠിപ്പിക്കുന്ന തരത്തിൽ മാറ്റി എഴുതാൻ കൂടി ശ്രമിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസം അടിമുടി മാറും. നമ്മുടെ പുതിയ തലമുറ ഈ നാടിനെ രക്ഷിക്കുന്നവരായി മാറും. അല്ലാതെ ഒരിക്കലും നമുക്ക് ഈ നാടിനെ ശാപത്തിൽ നിന്നും മോചിപ്പിച്ചെടുക്കാൻ കഴിയില്ല.